ദ ക്വീൻസ് ഓഫ് ഹീരാമണ്ടി. അതിഥി റാവു ഹൈദാരിയുടെ ബിബോജാൻ. മല്ലിക ജാന്റെ മകൾ എന്ന നിലയിൽ ബിബോജാൻ ഷാഹിമഹലിന്റെ അഭിമാനമാണ്. സങ്കീർണവും കൗതുകകരമായ വ്യക്തിത്വമുള്ള ബഹുമുഖ കഥാപാത്രമാണ് ബിബോജാൻ. ഒരേ സമയം സുന്ദരിയും കലാപകാരിയുമായ വ്യക്തിത്വം. ബിബോജാൻ ഒരു ഏകമാന കഥാപാത്രമല്ല. അവൾ കാഴ്ചയിൽ എത്രത്തോളം ലോലമാണോ അത്രയും തന്നെ മാനസിക കരുത്ത് ഉൾക്കൊണ്ടവളാണ്. ഗജഗാമിനി വാക്ക് എന്നറിയപ്പെടുന്ന ബിബോജാന്റെ താളം വെച്ചുള്ള നടത്തം അതിഥി റാവു ഹൈദാരി അവതരിപ്പിച്ചത് ഏറ്റവും വൈറലായ ഒന്നായിരുന്നു. ഇത്ര വൈറലാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആരെയും മയക്കുന്ന നടത്തം മാത്രമല്ല, ആ ലാസ്യഭാവവും റോസാപ്പൂ എറിയുന്ന രീതിയും ദുപ്പട്ട കൊണ്ടുള്ള ചേഷ്ടകളും വോയിസ്, സോങ്, BGM എല്ലാം കൂടി എസ്എബിയുടെ ചിത്രീകരണം മനസ്സിനെ ത്രസിപ്പിക്കുന്നതാണ്. വശീകരണത്തിന്റെ സൂക്ഷ്മവും എന്നാൽ ഗംഭീരവുമായ ചിത്രീകരണം. പല സ്ത്രീകളുടെയും ബോഡി ഇമേജ് ഇഷ്യൂസ് ആണ് ഒറ്റ സീൻ മാറ്റിയെടുത്തത്. ഈ സീരീസ് മൊത്തത്തിൽ എടുത്താൽ ഇതിലെ ഏറ്റവും ഐക്കോണിക് സീൻ ഇത് തന്നെ. അതിനുശേഷമാണ് അതിഥിയെ റിയൽ ഡയമണ്ട് ഓഫ് ഹീരാമണ്ടി എന്ന് വിശേഷിപ്പിക്കാനും തുടങ്ങി. ജെന്റിൽമെൻ പ്രിഫർ ബ്ലോണ്ട്സ് എന്ന ചിത്രത്തിലൂടെ മാരിലിൻ മെൻട്രോയുടെ ഈ വാക്ക് പിൽക്കാലത്ത് ഐക്കോണിക് ആയി മാറിയതുപോലെ കലാതീതമായ ഒരു സിനിമാറ്റിക് ക്ലിപ്പ് ആയിരിക്കും അതിഥിയുടെ ഗജഗാമിനി വാക്ക്. സ്ക്രീനിൽ ഇതിനു മുമ്പ് ഈ ക്ലാസിക്കൽ അന്നനടത്തം നമ്മൾ കണ്ടിട്ടുള്ളത് മധുബാലയുടെയും മാധുരിയുടെയാണ്. എടുത്തു പറയേണ്ട സ്റ്റൈലിംഗ് ആണ് ഈ സീനിൽ ബിബോയുടേത്. വശീകരണ കലയ്ക്ക് ചേരുന്ന വിധത്തിലുള്ള ലെഹങ്ക, ഡീപ് കട്ട് ബ്ലൗസ്, സുതാര്യമായ ദുപ്പട്ട, ജ്വല്ലറി എല്ലാം. കാരണം ഈ മുജ്ര തന്റെ സാഹിബിന് മാത്രമുള്ള പ്രകടനമാണ്. അതിമനോഹരവും ആകർഷകവുമായ ലീലകളാണ് ബിബോയുടെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ തന്റെ സമകാലീനരിൽ ഏറ്റവും പ്രശസ്തിയുള്ള തവായിഫും ബിബോ തന്നെ. അനിഷേധ്യമായ സൗന്ദര്യവും മുജ്രയിൽ മിന്നുന്ന പ്രകടനവും കാരണം ബിബോജാന് ഷാഹിമഹലിൽ മാത്രമല്ല ഹീരാമണ്ടിയിലും ഉടനീളം കിടപിടിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവരുടെ ആത്മവിശ്വാസവും ആകർഷണീയതയും ഏതൊരു നവാബിനെയും ആകർഷിക്കാൻ പോകുന്നതാണ്. തന്റെ ഈ ഗുണങ്ങൾ തന്നെയാണ് ബിബോ തന്റെ ഒളിച്ചുള്ള സ്വാതന്ത്ര്യ സമരത്തിനെ മറയ്ക്കാൻ കൂട്ടുപിടിക്കുന്നത്. ബുദ്ധിമതിയായ ബിബോ വശീകരണ കലയിൽ അതിസമർത്ഥയാണ്. വശീകരണം ഒരു മറയാക്കിയാണ് അവൾ ചാരപ്പണി ചെയ്യുന്നതും പ്രധാനമായ വിവരങ്ങൾ പോരാളികൾക്കായി ചോർത്തി കൊടുക്കുന്നതും. ബിബോയുടെ ആഭരണങ്ങൾ പ്രൗഢിയുള്ളതാണെങ്കിലും മല്ലിക ജാന്റെ അത്രയും പ്രൗഢ ഗംഭീരമല്ല എന്ന് കാണാൻ കഴിയും. ഒരു സീനിലും ഇത് മല്ലിക ജാന്റെ പ്രൗഢിയെ കവച്ചു വെക്കുന്നില്ല. ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും ഈ ആഭരണങ്ങൾക്ക് അല്പം സ്ത്രീത്വം കൂടുതലുണ്ട്. അതിനൊരു പ്രത്യേക രൂപഭംഗിയുണ്ട്, പുരുഷവശ്യ ഗുണമുണ്ട്. കാരണം അവ ശക്തിയോ ഗാംഭീര്യമോ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളവയല്ല, മറിച്ച് ബിബോയെ സംബന്ധിച്ചിടത്തോളം അവ പുരുഷന്മാരെ വശീകരിക്കാനാണ്, തന്റെ അഗ്രഗണ്യ സ്ഥാനം ഉറപ്പിക്കാനും കൂടിയുള്ളത്. ബിബോയുടെ അംഗലാവണ്യത്തിന് ചേർന്ന് പോകും വിധമുള്ള ആഭരണങ്ങളാണ് വളരെ ശ്രദ്ധാപൂർവം ഒരുക്കിയിട്ടുള്ളത്. അവളുടെ നത്ത് എന്ന നോസ് റിംഗ് ഏറ്റവും സുന്ദരവും അതിലോലവുമാണ്. അത് അവളുടെ ചെറിയ മുഖവും ഫ്രെയിമിനും ഇണങ്ങും വിധം മനോഹരമായതും ആകർഷണീയത 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളവയാണ്. മുജ്ര സീനുകളിൽ ഒഴികെ അവളുടെ സ്റ്റൈലിംഗും വളരെ ലളിതവും മനോഹരമായ ഭാവം തരുന്നവയാണ്. അവളുടെ സ്ത്രൈണതയെ മറയ്ക്കാത്ത തരത്തിലുള്ള ജ്വല്ലറിയാണ് ബിബോക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മല്ലിക ജാൻ ആഭരണങ്ങളെ അധികാരത്തിന്റെയും സ്ഥാനമാനത്തിന്റെയും ഉപകരണങ്ങളായി ഉപയോഗിക്കുമ്പോൾ ബിബോയെ സംബന്ധിച്ചിടത്തോളം ഇത് പുരുഷന്മാരെ വശീകരിക്കാനും അവരുടെ പ്രശസ്തി നിലനിർത്താനുമുള്ള വെറും ഉപകരണങ്ങൾ മാത്രമാണ്. ആ വ്യത്യാസം രണ്ടുപേരുടെ ആഭരണങ്ങളിൽ കാണാൻ സാധിക്കും. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.